ഏഴാം ക്ലാസ്സുകാർക്ക് ഗവൺമെന്റ് കണ്ടക്ട് ചെയ്യുന്ന USS എന്ന പരീക്ഷയുടെ പേര് മാറ്റി പകരം CM കിഡ്സ് UP എന്നാക്കിയ വിവരം നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. പേര് മാറ്റി എന്നതിനപ്പുറം മറ്റെന്തെല്ലാം മാറ്റങ്ങളാണ് ഈ വർഷം ഉള്ളത്, കുട്ടികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് രക്ഷിതാക്കളും കുട്ടികളും മെസ്സേജുകൾ അയക്കാറുണ്ട്. സോ അതിനുള്ളൊരു മറുപടി ആയിട്ടാണ് ഈ വീഡിയോ. നമുക്ക് ഈ വർഷത്തെ പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, USS 2026 പരീക്ഷയുടെ സ്ട്രക്ചർ എന്തൊക്കെയാണ്, ആർക്കൊക്കെയാണ് USS എഴുതാനുള്ള യോഗ്യത, എങ്ങനെയാണ് ഇതിന്റെ സെലക്ഷൻ ക്രൈറ്റീരിയ എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് അറിയുന്ന പോലെ തന്നെ 2025-26 അക്കാഡമിക് ഇയറിൽ CM കിഡ്സ് സ്കോളർഷിപ്പ് UP എന്നുള്ള പേരിലായിരിക്കും. LSS പരീക്ഷയുടെ പേര് CM കിഡ്സ് LP എന്നുള്ള പേരിലുമായിരിക്കും നടക്കുക. USS എന്നായിരുന്നു ഈ പരീക്ഷയുടെ മുന്നേ ഉണ്ടായിരുന്ന പേര്. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ റീനെയിമിംഗ് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റമായിട്ടുള്ളത്. പരീക്ഷയുടെ പേര് മാറ്റി CM കിഡ്സ് സ്കോളർഷിപ്പ് UP എന്നുള്ള പേരിലായിരിക്കും ഇനി അങ്ങോട്ട് എല്ലാ വർഷവും USS പരീക്ഷ നടക്കുക എന്നുള്ളത് ഇപ്പോൾ തന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സംഗതിയാണ്. എക്സാം ഡേറ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സർക്കുലർ പ്രകാരം February 26, 2026 തേഴ്സ്ഡേ ആണ് എക്സാം നടക്കാനിരിക്കുന്നത്. എക്സാമിനേഷൻ ഫീ ആയിട്ട് ഒന്നും തന്നെ കുട്ടികൾ അടക്കേണ്ടതില്ല. എല്ലാ വർഷത്തെയും പോലെ ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് USS അഥവാ CM കിഡ്സ് UP എന്ന് പറയുന്ന പരീക്ഷ. ഇനി ടാർഗറ്റ് ഗ്രൂപ്പ് ആർക്കാണ് ഈ എക്സാം എന്നുള്ളത് നമുക്കറിയുന്ന പോലെ തന്നെ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ്. ഗവൺമെന്റ് സ്കൂൾ, എയ്ഡഡ് സ്കൂൾ, റെക്കഗ്നൈസ്ഡ് അൺഎയ്ഡഡ് സ്കൂൾ, ഈ സ്കൂളിലെ കുട്ടികൾക്കാണ്, അതായത് കേരള സ്റ്റേറ്റ് സിലബസ് ഫോളോ ചെയ്യുന്ന കുട്ടികൾക്കാണ്, 7ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് CM കിഡ്സ് UP പരീക്ഷ എഴുതാനുള്ള യോഗ്യതയായിട്ടുള്ളത്. CBSEയിലോ ICSEയിലോ IGCSEയിലോ IB സിലബസിലോ ഒന്നും പഠിക്കുന്ന കുട്ടികൾക്ക് ഈ പറയുന്ന പരീക്ഷ എഴുതാൻ സാധിക്കില്ല. ക്വാളിഫയിങ് ഗ്രേഡ്സ്, അതിൽ തന്നെ 7ാം ക്ലാസ്സിൽ എല്ലാ കുട്ടികൾക്കും പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. നിശ്ചിതമായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ക്രൈറ്റീരിയ ജനറൽ ആയിട്ടുള്ള എല്ലാവർക്കും ബാധകമാകുന്ന ക്രൈറ്റീരിയ ആണ് A ഗ്രേഡ് ഇൻ ആൾ സബ്ജക്ട്സ്. കഴിഞ്ഞ സെക്കൻഡ് ടേം എക്സാമിനേഷനിൽ ക്രിസ്മസ് പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും A ഗ്രേഡ് കിട്ടിയിട്ടുള്ള കുട്ടികൾ, ലാംഗ്വേജ് സബ്ജക്റ്റുകളിലും സയൻസ് സബ്ജക്റ്റുകളിലും A ഗ്രേഡ് കിട്ടിയിട്ടുള്ള കുട്ടികൾക്കാണ് USS എഴുതാനുള്ള യോഗ്യതയായിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, എൻ്റെ മോന് ഇപ്രാവശ്യം USS എഴുതാൻ കഴിയില്ല എന്നുള്ളത് സ്കൂളിൽ നിന്ന് അറിയിച്ചു, എന്താണ് കാരണം? അപ്പോൾ അത് ഒന്നാമത്തെ ക്രൈറ്റീരിയ ആയിട്ട് എല്ലാ വിഷയങ്ങൾക്കും A ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടിക്ക് USS എക്സാം എഴുതാം. ഓക്കെ, CM കിഡ്സ് UP എക്സാം എഴുതാം. ഈ സയൻസ് എന്നുള്ളതിൽ ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ്, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ്, ഗണിതശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, അടിസ്ഥാന ശാസ്ത്രം, 3 ശാസ്ത്രങ്ങളും ഉൾപ്പെടുമെന്നുള്ളത് കൂടി നോട്ട് ചെയ്യണം. ഓക്കെ, ഇനി ക്രൈറ്റീരിയ 2, രണ്ടാമത്തെ ക്രൈറ്റീരിയ ആയിട്ടുള്ളത് കുട്ടി സ്പോർട്സ് ഗെയിമുകളിലോ അല്ലെങ്കിൽ ടാലന്റ് എക്സാമുകളിലോ, ശാസ്ത്രമേളയിലായിക്കോട്ടെ, ഇനി കലാമേളകളിലായിക്കോട്ടെ, ശാസ്ത്രമേളകളിലോ കലാമേളകളിലോ സ്പോർട്സ് ഐറ്റംസിലൊക്കെ പങ്കെടുത്ത് വിജയിച്ചിട്ടുള്ള കുട്ടികളാണ് എങ്കിൽ ഫോർ വിന്നേഴ്സ് അവർക്കാണെങ്കിൽ A or B ഗ്രേഡ്സ് ഓർ ഫസ്റ്റ് പ്ലേസ് ഇൻ സബ് ഡിസ്ട്രിക്ട് ആർട്സ്, സ്പോർട്സ് ഓർ സയൻസ് ഫെയർസ്. ഓക്കെ, സബ് ഡിസ്ട്രിക്ട് തലത്തിലുള്ള, സബ് ജില്ലാ തലത്തിലുള്ള കലാമേള, കായികമേള, ശാസ്ത്രമേള ഐറ്റംസിൽ A ഗ്രേഡോ അല്ലെങ്കിൽ B ഗ്രേഡോ അല്ലെങ്കിൽ ഫസ്റ്റ് പ്ലേസ് കിട്ടിയിട്ടുള്ള ആളാണ് എങ്കിൽ അവർക്ക് ബാധകമാകുന്ന ക്രൈറ്റീരിയ ആണ് ലാംഗ്വേജ് സബ്ജക്റ്റുകൾക്കാണ് എങ്കിൽ A ഗ്രേഡ് ഇൻ 2 പേപ്പേഴ്സ്, B ഇൻ 1. 2 ഭാഷാ വിഷയങ്ങളിൽ A ഗ്രേഡും 1 ഭാഷാ വിഷയങ്ങളിൽ B ഗ്രേഡും ആണെങ്കിലും ഈ പറയുന്ന പരീക്ഷയ്ക്ക് CM കിഡ്സ് UPക്ക് എക്സാം എഴുതാവുന്നതാണ്. ഇനി സയൻസ് സബ്ജക്ട്സിന്റെ കേസ് ആണ് എങ്കിൽ സയൻസ് സബ്ജക്ട്സിലാണെങ്കിൽ 2 സബ്ജക്ട്സിൽ A ഗ്രേഡും 1 സബ്ജക്റ്റിൽ B ഗ്രേഡും. ഈ ക്രൈറ്റീരിയ കൂടെ ബാധകമാകും ആർക്ക്? ആർട്സ്, സ്പോർട്സ്, സയൻസ് ഫെയർസ് ഒക്കെ പങ്കെടുക്കുന്ന കുട്ടികളാണെങ്കിൽ. ലാംഗ്വേജ് 3 പേപ്പേഴ്സ് ഉണ്ട് അല്ലേ, അതിൽ 2 എണ്ണത്തിൽ A ഗ്രേഡ് 1 B ഗ്രേഡ് ആവണം. ഇനി സയൻസ് സബ്ജക്ട്സിലും 2 എണ്ണത്തിൽ A ഗ്രേഡ് 1 B ഗ്രേഡ് ആണ് എങ്കിൽ നിങ്ങൾക്കും CM കിഡ്സ് UP പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇനി ആ ഒരു കൺഫ്യൂഷൻ വേണ്ട. ആർക്കൊക്കെയാണ് CM കിഡ്സ് UP പരീക്ഷ എഴുതാൻ കഴിയുക എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇനി വേണ്ട. ഈ പറയുന്ന ക്രൈറ്റീരിയ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട ഡേറ്റ്സ് നമുക്ക് നോക്കാം. അപ്പോൾ 30 ഡിസംബർ ടു 15 ജനുവരി ആണ് രജിസ്ട്രേഷൻ പീരീഡ്. രജിസ്ട്രേഷൻ ചെയ്യുന്നത് സ്കൂൾ മുഖേനയാണ്. ഹെഡ് മാസ്റ്റർ ആണ് ഏതൊക്കെ കുട്ടികളാണ് ആ സ്കൂളിൽ നിന്ന് എക്സാം എഴുതുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ പാസ് ഓൺ ചെയ്യുന്നത്. ഇനി 7th February 2026 ഹോൾ ടിക്കറ്റ് റിലീസ് ആവുന്നത്. ഈ ഹോൾ ടിക്കറ്റിൽ ഹെഡ് മാസ്റ്റർ സൈൻ ചെയ്യുന്ന ഡേറ്റ് February 26 26 February 2026 എക്സാം നടക്കുന്നത്. തേഴ്സ്ഡേ ആണ്. സോ കലണ്ടറിൽ നിർബന്ധമായിട്ടും USS ഇപ്രാവശ്യം എഴുതുന്ന കുട്ടികൾ ഈ ഒരു ഡേറ്റ് മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇനി 1 മാസം പോലും ഇല്ല, 1 മാസത്തിന് താഴെ ദിവസങ്ങൾ മാത്രമാണ് USS പരീക്ഷയ്ക്കുള്ളത്, CM കിഡ്സ് UP പരീക്ഷയ്ക്കുള്ളത്. സോ എല്ലാവരും നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രോങ് ആക്കാനുള്ള സമയമായി എന്നർത്ഥം. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട പേപ്പറുകളുടെ സ്ട്രക്ചർ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്?
ഏതൊക്കെ വിഷയങ്ങൾ പഠിക്കണം, സിലബസ് കൃത്യമായിട്ട് തന്നിട്ടുണ്ടോ സർക്കുലറിൽ എന്നൊക്കെ ചോദിച്ചും ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ക്ലാസ് 7 പോർഷൻസ് ടോട്ട് അപ് ടു January 31st മൾട്ടിപ്പിൾ ചോയ്സ് മാച്ചിങ് സ്റ്റേറ്റ്മെന്റ്സ്. അതായത് ജനുവരി 31 വരെ 7ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഈ വർഷത്തെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിലും അതുപോലെ തന്നെ പാറ്റേണിലും ഒരുപക്ഷെ കൂടുതൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകമായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും മാച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും നിർബന്ധമായിട്ടും കുട്ടികൾ പഠിച്ചിരിക്കണം എന്നുള്ളത്. സോ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ ഇപ്രാവശ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം കഴിഞ്ഞ വർഷത്തെ USS പരീക്ഷയുടെ ഒരു ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ എന്നുള്ളത് വെറും 63 മാർക്ക് കിട്ടിയാൽ USS കിട്ടിയെന്നായിരുന്നു. പക്ഷേ ഈ വർഷം അങ്ങനെയല്ല. അതിന്റെ കാര്യം നമുക്ക് അടുത്ത സ്ലൈഡിൽ പറയാം. ഇതിൽ നോക്കുകയാണെങ്കിൽ പേപ്പർ 1 എന്ന് പറയുന്നത് രാവിലെ നടക്കുന്ന പരീക്ഷയാണ്. ഓക്കെ, രാവിലെ നടക്കുന്ന പരീക്ഷ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, 12 മണിക്ക് അവസാനിക്കുന്ന ഒരു സ്ലോട്ടാണ് മോർണിംഗ് എക്സാം ഉള്ളത്. പേപ്പർ പാർട്ട് എ എന്ന് പറയുന്നത് ഫസ്റ്റ് ലാംഗ്വേജ് ആണ്. അതിൽ 15 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. പാർട്ട് ബിയിലും അതുപോലെ തന്നെ 15 ക്വസ്റ്റ്യൻസ് ആണ്, ഫസ്റ്റ് ലാംഗ്വേജ് ആണുള്ളത്. ഇനി പാർട്ട് സിയിൽ മാത്സും മെന്റൽ എബിലിറ്റിയും 20 ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് സിയിലുള്ളത്. ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് ആണ്, 50 മാർക്കാണ്. ഈ ഒരു സ്ട്രക്ചറിലാണ് രാവിലത്തെ പരീക്ഷ നടക്കുന്നത്. ഇനി പേപ്പർ 2 ആഫ്റ്റർനൂൺ നടക്കുന്നത് 1:30 മുതൽ 3:30 വരെയുള്ള സമയത്താണ്. പാർട്ട് എ ഇംഗ്ലീഷ് 15 ക്വസ്റ്റ്യൻസ് ആണ്, പാർട്ട് ബി ബേസിക് സയൻസ് 15 ക്വസ്റ്റ്യൻസ് ആണ്, ആൻഡ് പാർട്ട് സി സോഷ്യൽ സയൻസ് 20 ക്വസ്റ്റ്യൻസ് ആണ്. അതും 50 ക്വസ്റ്റ്യൻസ് ആണ്, 50 മാർക്കാണ്. സോ കൺഫ്യൂഷൻസ് ഇല്ല എന്ന് വിചാരിക്കുന്നു. രാവിലെ ഫസ്റ്റ് ലാംഗ്വേജ്, ഇത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ്, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി 50 ക്വസ്റ്റ്യൻസ്, 50 മാർക്ക്. ഈ രൂപത്തിലായിരിക്കും രാവിലത്തെ സ്ലോട്ട് ഉള്ളത്. ഉച്ചയ്ക്ക് ശേഷവും ഈ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ്, ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ് ഇത്രയും സബ്ജക്ട്സ് ആയിരിക്കും ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരിക്കുക. 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, 50 മാർക്കിനായിരിക്കും പരീക്ഷ ഉണ്ടായിരിക്കുക. സോ ഇത് രണ്ടും നിങ്ങൾ നിർബന്ധമായിട്ട് നോട്ട് ചെയ്യണം. സോ ഏതൊക്കെ സബ്ജക്ട്സിന് ഏതൊക്കെ സമയത്ത് നടക്കുന്നു എന്നുള്ളതും, രാവിലെ സമയത്ത് ലാംഗ്വേജ് സബ്ജക്ട്സ് ആണ്, അതുപോലെ തന്നെ മാത്സും മെന്റൽ എബിലിറ്റി ആണ്. ഇത് നിർബന്ധമായിട്ടും കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ഡേറ്റ്സ് നമ്മൾ പറഞ്ഞു, സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി സെലക്ഷൻ ക്രൈറ്റീരിയ നമ്മൾ പറഞ്ഞു. 63 മാർക്കായിരുന്നു കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം സർക്കുലറിൽ പ്രത്യേകമായിട്ട് നൽകിയിട്ടുണ്ട്. എക്സാം കഴിഞ്ഞ് മൂല്യനിർണ്ണയം കഴിഞ്ഞതിന് ശേഷം, വാല്യുവേഷൻ കഴിഞ്ഞതിന് ശേഷം കുട്ടികളുടെ മാർക്ക് നോക്കിയിട്ട് നിശ്ചിതമായിട്ടുള്ള ഒരു കട്ട് ഓഫ് മാർക്ക് പരിഗണിക്കും. ഓക്കെ, ഈ കട്ട് ഓഫ് മാർക്ക് കൺസിഡർ ചെയ്തുകൊണ്ട് ഈ കട്ട് ഓഫ് മാർക്കിന് മുകളിൽ ക്വാളിഫൈ ചെയ്തിട്ടുള്ള, സ്കോർ ചെയ്തിട്ടുള്ള കുട്ടികളൊക്കെ USS CM Kids UP പരീക്ഷ കിട്ടിയവരായിട്ട് കണക്കാക്കും. ബാക്കിയുള്ള ആളുകൾ യോഗ്യരല്ല എന്നുള്ള രൂപത്തിലായിരിക്കും കണക്കാക്കുന്നത്. സോ കഴിഞ്ഞ വർഷത്തെ പോലെ USS അഥവാ CM Kids UP കിട്ടാൻ അത്ര എളുപ്പമല്ല ഇപ്രാവശ്യം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, 63 മാർക്ക് കിട്ടിയാൽ USS കിട്ടി എന്നുള്ള ഒരു രീതിയിലല്ല. പകരം എക്സാം കഴിഞ്ഞ്, ഒരുപക്ഷെ എക്സാം നല്ല ടഫാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് ഒരുപക്ഷെ കുറച്ച് കുറയും. എന്നാൽ എക്സാം എല്ലാവർക്കും ഈസി ആണ് എങ്കിൽ കട്ട് ഓഫ് മാർക്ക് കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കട്ട് ഓഫ് മാർക്കിന് മുകളിലാണ് നിങ്ങളുടെ സ്കോർ എങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും USS CM Kids UP സ്കോളർഷിപ്പിന് അർഹരാകും. അല്ല എങ്കിൽ അർഹരാവില്ല എന്നുള്ളതാണ് സർക്കുലർ പ്രത്യേകമായിട്ടും നോട്ട് ചെയ്തിട്ടുള്ളത്. ഇനി USSന്റെ കൂടെ തന്നെ എല്ലാ വിദ്യാഭ്യാസ ജില്ലയിലും സെലക്ട് ചെയ്യുന്ന ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട് അല്ലേ? നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. USSൽ തന്നെ നല്ലോണം സ്കോർ ചെയ്തിട്ടുള്ള കുട്ടികൾ എല്ലാ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും ഒരു സെറ്റ് ഓഫ് കുട്ടികളെ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് ആയിട്ട് സെലക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആ കുട്ടികളെ സെലക്ട് ചെയ്യുന്നതിന്റെ ക്രൈറ്റീരിയയും കൃത്യമായിട്ട് സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതെന്താ നമുക്ക് നോക്കാം. 40 സീറ്റുകളാണ് ഒരു ജില്ലയിൽ നിന്നുണ്ടായിരിക്കുക. സോ ഈ ജില്ലയിലെ 40 കുട്ടികളെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് സ്പെഷ്യൽ റിസർവേഷൻ ക്രൈറ്റീരിയ ഉണ്ട്. ഓപ്പൺ കാറ്റഗറി 30 സീറ്റുകളാണ്. SC ST OEC CWSN എന്ന് പറഞ്ഞിട്ട് ഡിഫറൻറ്റ് റിസർവേഷൻ ക്രൈറ്റീരിയകൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ബേസിലായിരിക്കും ഗിഫ്റ്റഡ് സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സംഗതികൾ. ആൻഡ് മറ്റൊന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒരുപക്ഷെ USS എഴുതുന്ന 7ാം ക്ലാസ്സിലെ കുട്ടികൾ ആദ്യമായിട്ടായിരിക്കും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഒക്കെ ഈ രൂപത്തിൽ ഒരു പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ട് എക്സാം എഴുതുന്നത് ആദ്യത്തെ എക്സാം ആയിരിക്കും. അപ്പോൾ ആ അനുഭവം ഒരുപക്ഷെ നിങ്ങളുടെ എക്സാം ഹാളിലും നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ആൻസർ ചെയ്യുന്നിടത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ട് നോട്ട് ചെയ്യുക. കൂടുതൽ എക്സാമുകൾ എന്ത് ചെയ്യുക, കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിനുള്ള വഴി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് നിർബന്ധമായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു സംഗതി OMR ഷീറ്റ് കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. നമ്മുടെ USSന്റെ സർക്കുലറിൽ തന്നെ ഒരു സെറ്റ് ഓഫ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും OMR ഷീറ്റും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, USSന്റെ സർക്കുലർ ഡൗൺലോഡ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലെന്ത് ചെയ്യുക,
ക്ലിക്ക് ചെയ്തുകൊണ്ട് USSന്റെ സർക്കുലർ ഡൗൺലോഡ് ചെയ്യാം. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അതിന്റെ അവസാന പേജുകളിൽ ഈ വർഷം വരാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞുകൊണ്ട് മോഡൽ ക്വസ്റ്റ്യൻസ് ഗവൺമെന്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു OMR ഷീറ്റും ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് OMR ഷീറ്റുകൾ പ്രിന്റ് എടുക്കുക, ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുക്കുക, ഒരു ടൈം വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നോക്കുക. എക്സാം ഹാളിൽ ഇരിക്കുന്ന പോലെ തന്നെ എക്സാം ടൈം സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ചോദ്യങ്ങൾക്കും നിങ്ങൾ ബബിൾ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് എക്സാം എഴുതി നോക്കുക. അപ്പോൾ എത്ര സ്പീഡിൽ നിങ്ങൾക്ക് OMR ഫില്ല് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്കൊന്ന് സെൽഫ് വാല്യുവേറ്റ് ചെയ്യാനുള്ള അവസരം കൂടിയാണത്. ഓക്കെ, ഇനി സ്ട്രിക്റ്റ് വാർണിംഗ് ആയിട്ട് പറയാനുള്ളത് ബബ്ലിംഗ് എറേഴ്സ്. ഒരുപാട് കുട്ടികൾ തെറ്റുവരുത്തുന്ന ഒരു ഏരിയയാണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ മാസം NMMSന്റെ ഒരു മോഡൽ എക്സാം ലേണിംഗ് കണ്ടക്ട് ചെയ്തു. അപ്പൊ ഇതിൽ ഒരുപാട് കുട്ടികൾ ബബിൾ ചെയ്തത് കൃത്യമായിട്ടല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, ഒരുപക്ഷെ നമ്മുടെ ഉത്തരം ശരിയാണെങ്കിൽ പോലും ബബിൾ ചെയ്തത് കറക്റ്റ് അല്ലാത്തത് കൊണ്ട് ഈ വാല്യുവേഷൻ ചെയ്യുന്ന മെഷീൻ അത് റീഡ് ചെയ്യില്ല. അപ്പൊ റീഡ് ചെയ്യാത്ത കാരണത്താൽ നമ്മുടെ സ്കോർ അവിടെ തെറ്റിപ്പോവും, സ്കോർ കിട്ടില്ല നമുക്ക്. അപ്പൊ ബബിൾ ചെയ്യുന്നത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. അപ്പൊ ബബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ എന്ത് ചെയ്യുക, OMR ഷീറ്റ് ആദ്യം പ്രിന്റ് എടുത്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ പെന്ന് യൂസ് ചെയ്യുന്നത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പെൻ തന്നെ യൂസ് ചെയ്യുക. ജെൽ പെന്നൊക്കെ ആകുമ്പോൾ അത് പരന്നു പോകാനുള്ള, സ്പ്രെഡായി പോകാനുള്ള സാധ്യത ഒക്കെ കൂടുതലാണ്. സോ അതുകൊണ്ട് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ബബിളിംഗ് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നോ റീവാലുവേഷൻ ഈസ് അലൗഡ് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി കൂൾ ഓഫ് ടൈം എന്നുള്ളത് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ആ സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങളുടെ മനസ്സ് ഒന്ന് കൂളാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. ഏത് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം അറ്റൻഡ് ചെയ്യേണ്ടത്, എളുപ്പം അറിയുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റൻഡ് ചെയ്യുക. അപ്പൊ അത് നോക്കി ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക. അതിനുള്ള സമയമായിരിക്കും കൂൾ ഓഫ് ടൈം എന്നുള്ളത്. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യുക, ഇതൊക്കെ നോക്കാനുള്ള സമയമാണ്, വെറുതെ ഇരിക്കരുത്. ആ സമയത്ത് എല്ലാം ഒന്ന് പ്ലാൻ ചെയ്യാനുള്ള, മനസ്സിൽ ഒന്ന് പ്ലാൻ ചെയ്ത് മനസ്സിനെ കൂളാക്കാനുള്ള ഒരു സമയം കൂടിയാണ് കൂൾ ഓഫ് ടൈം എന്നുള്ളത്. അതുകൂടെ നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. എക്സാം പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. എക്സാം ലേണിംഗും KSTയും ചേർന്നുകൊണ്ട് ഒരു മോഡൽ എക്സാം ഓഫ്ലൈൻ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഒറിജിനൽ USSന് മുന്നേ ഉള്ള ഒരു USS എക്സാം ആയിട്ട് കണക്കാക്കാം. ഓക്കെ, അപ്പോൾ ഒരു എക്സാം ഹാളിലൊക്കെ പോയിട്ട് നിങ്ങളുടെ ക്ലാസ് റൂമിൽ എങ്ങനെയാണോ USS CM KITS UP പരീക്ഷ നടക്കുന്നത്, അതുപോലെ അതേ മാതൃകയിൽ നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് ഒരുപാട് സെന്ററുകളിൽ KSTU ടീച്ചേഴ്സ് ഓർഗനൈസ് ചെയ്യുന്ന ഈ ഒരു പരീക്ഷയാണ് എക്സാം ലേണിംഗ് ചേർന്നുകൊണ്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലൊക്കെ പിൻ ചെയ്തിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ട്. അതിൽ കാര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ US എഴുതുന്ന ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതൊരു ഫ്രീ ഹിറ്റ് എക്സാം ആണ്. നിങ്ങൾക്ക് കിട്ടിയോ ഇല്ല എന്നുള്ളതല്ല, എക്സാമിനുള്ളൊരു പ്രാക്ടീസ് ഫേസ് ആണ്. അപ്പോൾ അത് ജനുവരി 31 ഡേറ്റ് കഴിയും. ഫെബ്രുവരി 7-ാം തീയതിയാണ് നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. ഒരുപക്ഷെ നിങ്ങളുടെ സ്കൂളുകളിൽ ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ചെറിയ എന്തെങ്കിലും ഫീസ്, അതായത് 10-20 രൂപ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനുള്ള ചെറിയൊരു ഫീസ് മാത്രമായിരിക്കും ഉണ്ടാവുക. ബാക്കി അങ്ങനെ വലിയ തുകയായിട്ടോ അല്ലെങ്കിൽ ഒരു പൈസ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയായിട്ടല്ല, നിങ്ങൾക്ക് ഒരു അവസരം ഒരുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചുള്ളത്. നിങ്ങൾക്ക് ഒരു മോഡൽ എക്സാം എഴുതി നോക്കാനുള്ള ഒരു അവസരമാണ് ഞങ്ങൾ ഒരുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ഈ പറയുന്ന മോഡൽ എക്സാം രജിസ്റ്റർ ചെയ്യുക. ഡേറ്റ് മറക്കരുത്, ജനുവരി 31 എക്സാം രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇപ്പം തന്നെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ആരെങ്കിലും നിങ്ങളുടെ സ്കൂളിൽ ഇത്തരം എക്സാമിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സിനോട് അയച്ചു കൊടുക്കുക. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ എക്സാം US എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരുപാട് ക്ലാസ്സുകൾ ആൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സുകൾ നമ്മൾ നടത്തുന്നുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ അവൈലബിൾ ആണ്. അതും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്ഡേറ്റ്സ് ഒക്കെ അതിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ എക്സാം എഴുതണം. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. USS എഴുതുന്ന എല്ലാ കുട്ടികളിലേക്കും പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക.